പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന ഗംഗാധരനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മനസ്സിലായില്ല ആരാ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ആദ്യം സോറി പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗംഗാധരനാണെങ്കിലും ഞാൻ വൈജയന്തിയുടെ ബ്രദറാണ് എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ് അലീനയോട് ബാലചന്ദ്രൻ്റെ സഹോദരിയുടെ മകളാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അലീന അല്ല എന്ന് പറയും. ഞാനിവിടെ മുത്തശ്ശീനെ നോക്കാൻ വന്നതാണ്, വീട്ടുജോലി ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നിങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ട് പിന്നെ വേഗം അവരോട് അകത്തേക്ക് വരാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഗംഗാധരനും മാലതിയും അകത്തേക്ക് കയറും. അപ്പോൾ മക്കളുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവർ കോളേജിലേക്കൊക്കെ പോയോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പോയി എന്ന് പറയും. വൈജയന്തി ഹോസ്പിറ്റലിലായിരിക്കും അല്ലേ എന്നും ചോദിക്കുന്നുണ്ട്. എന്തായാലും അവർ പിന്നെ സംസാരിച്ചിട്ട് ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് മാലതി ആണെങ്കിലും ഗംഗാധരനോട് പറയുകയാണ്, മോളെ എന്ന് വിളിച്ചുകൊണ്ടാണ് കേട്ടോ, അലീനേനെ മോളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഗംഗാധരൻ സംസാരിക്കുന്നത്. മാലതി പറയുന്നുണ്ടായിരുന്നു സെർവൻറ്റിനെയാണ് മോളെ എന്ന് വിളിക്കുന്നതെന്ന്. അപ്പോൾ അതിനുള്ള പ്രായമേ ഉള്ളൂ, അതിൽ തെറ്റൊന്നുമില്ല എന്ന് ഗംഗാധരൻ ചിരിച്ചുകൊണ്ട് പറയും കേട്ടോ. അത് കഴിഞ്ഞ് മുത്തശ്ശിയുടെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. മുത്തശ്ശി ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് അലീന അവരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. മുത്തശ്ശിക്കാണെങ്കിലും ഗംഗാധരനെ കാണുമ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, മോനെ ഇങ്ങ് അടുത്ത് പോകാമെന്ന് പറയും. അതുപോലെ തന്നെ മാലതിനെയും വിളിക്കുന്നുണ്ട് കേട്ടോ, മോളെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തിൽ വിളിക്കുകയാണ് കേട്ടോ. മുത്തശ്ശിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ സന്തോഷം കൊണ്ട് ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ, അപ്പോൾ അതും വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു 20 വയസ്സാകുമ്പോൾ നഷ്ടപ്പെട്ടതാണ് എനിക്ക് എൻ്റെ മകനെ എന്ന് പറയട്ടോ. പട്ടാളത്തിൽ ചേർന്നു, അപ്പോൾ നീ ലീവിന് വരുമല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു. അപ്പോഴും ഇങ്ങനെ വർഷത്തിൽ 1-2 തവണയൊക്കെയല്ലേ ലീവിന് വരുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ റിട്ടയർ ആയപ്പോൾ പിന്നെ എന്നും കാണാമല്ലോ എന്ന് വിചാരിച്ചു, അപ്പോഴും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ്റെ മുത്തശ്ശി അങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ മുത്തശ്ശീനെ അങ്ങ് ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നിങ്ങനെ മുത്തശ്ശി പറയാൻ കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ അലീനയ്ക്കും നല്ല സങ്കടം ആവുന്നുണ്ട്. അലീന അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റാതെ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അത് കഴിഞ്ഞ് മാലതി ആണെങ്കിലും ഇങ്ങനെ മുത്തശ്ശീനോട് ചോദിക്കുകയാണ്, ഇതിപ്പോൾ അമ്മ എന്നോട് എത്ര തവണ പറഞ്ഞു കഴിഞ്ഞു, 100 അതോ 200 എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ മുത്തശ്ശീൻ്റെ നല്ല സുന്ദരിയായിട്ടുണ്ട്, കുറച്ച് തടിച്ചിട്ടുണ്ട്, നേരത്തെ പോലെയല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അത് ഇവിടെ നിൽക്കുന്ന ആ കുട്ടിയുടെ കൈപ്പുണ്യാണ് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുകയാണ്. അവളിപ്പോൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിക്ക് മേലെ കാണില്ലായിരുന്നു എന്നിങ്ങനെ പറയൂ കേട്ടോ. അലീന നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നീട് മാലതി ചോദിക്കുന്നുണ്ടായിരുന്നു, വൈജയന്തി ഹോസ്പിറ്റലായിരിക്കും അല്ലേ ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്ന്, അപ്പോൾ അവിടെ ആരെങ്കിലും വേണ്ടേ, അവിടെ ശിവൻ്റെ മോൻ മനും കൂടെ ഉണ്ട് സഹായത്തിന് എന്നൊക്കെ പറയാനട്ടെ. എന്നിട്ട് പിന്നെ മുത്തശ്ശി അവരോട് എപ്പോഴാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രാത്രി പോകുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ രാത്രി യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ, എനിക്ക് ഇങ്ങനെ പേടിയാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഗംഗാധരൻ തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ, എനിക്കും അമ്മേനോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറയും. പിന്നീട് അവരോട് ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി എന്ന് പറയും. അപ്പോഴേക്കും അലീന വന്നിട്ട് അവരെ കോഫി കുടിക്കാനായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഹോട്ടലിൽ നിന്ന് കഴിച്ചു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അലീനയോട് പിന്നീട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അലീനെ എവിടുന്നാണ് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീടൊന്നുമല്ല, അതൊരു ഓർഫനേജ് ആയിരുന്നു, അതിപ്പോൾ ഇല്ല എന്നൊക്കെ പറയും. അലീനെ കഴക്കൂട്ടത്തുനിന്നാണ് വന്നതെന്നൊക്കെ ഗംഗാധരനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനോട് പഠിച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഗംഗാധരൻ. അതേ പഠിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ +2 വരെ പഠിച്ചിട്ടുണ്ടെന്ന് പറയും. അമ്മ പറഞ്ഞു നിനക്ക് രോഗികളെ നോക്കാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതെ, ഞാൻ അങ്ങനെ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്ന് അലീന അവരോട് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് വൈജയന്തിയും ബാലചന്ദ്രനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുപോലെ തന്നെ അലീനയും വൈജയന്തിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നീട് ഗംഗാധരൻ ചോദിക്കുന്നത്. അപ്പം നീ കള്ളം പറഞ്ഞാലും എനിക്ക് അമ്മേനോട് ചോദിച്ചാൽ സത്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് സത്യം പറഞ്ഞാൽ കൊള്ളായിരുന്നു എന്നിങ്ങനെ പറയൂ കേട്ടോ. എന്നിട്ടാണ് ഗംഗാധരൻ ബാലചന്ദ്രൻ്റെ കാര്യം ചോദിക്കുന്നത് കേട്ടോ. ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്കൊരു വിവരം കിട്ടി. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോലും പോവാതെ ഇങ്ങോട്ട് നേരിട്ട് വന്നത് എന്നിങ്ങനെ പറയും. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നീയും വൈജയന്തിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു കേട്ടോ, മാഡത്തിന് എന്നെ അത്ര പിടിക്കില്ല എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ നന്നായിട്ട് ജോലി ചെയ്യില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ജോലി ചെയ്യും എന്ന് പറയും. പിന്നെ നീ എന്താ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കില്ലേ എന്നും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, പിന്നെ എന്താ വൈജയന്തിക്ക് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഗംഗാധരനാണെങ്കിലും. അപ്പോൾ വൈജയന്തി പറയുന്ന കാരണങ്ങളൊക്കെയാണ് അലീന അവരോട് പറയുന്നത്. എനിക്ക് തൊലി വെളുപ്പ് കൂടുതലാണ്, അതുപോലെ തന്നെ ഇവിടുത്തെയും അതുപോലെ തന്നെ കൊല്ലപ്പള്ളിയിലെ ആൺകുട്ടികൾക്ക് എന്നെ കാണുമ്പോൾ ഇങ്ങനെ വേണ്ടാത്ത ചിന്തകളൊക്കെ വരും, അതൊക്കെയാണ് മാഡം പറയുന്ന ഓരോരോ കാരണങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് വൈജയന്തിയുടെ സ്വഭാവത്തിനെ കുറിച്ചൊക്കെ അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. മാഡത്തിന് ഇങ്ങനെ ആരോടും ഒരു സ്നേഹവും ഇല്ല, അതുപോലെ തന്നെ ബഹുമാനവും ഒരു കാര്യങ്ങളും ഇല്ല, ഒരു സഹതാപവും ഒന്നും ഇല്ലാത്ത ഒരാളാണ് മാഡം. പക്ഷേ മാഡത്തിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡത്തിന് അത് നന്നായിട്ട് വിഷമാവും,
എങ്ങനെയാവും എന്നുള്ള വൈജയന്തിയുടെ എല്ലാ സ്വഭാവങ്ങളും അവർക്കങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും ഏകദേശം വൈജയന്തിയുടെ സ്വഭാവമൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ മിണ്ടാതെ അത് നിന്നിട്ട് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ എന്തിനാ വൈജയന്തിക്ക് ഇഷ്ടമില്ലാതെ ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് വേറെ എവിടെയെങ്കിലും ജോലി നോക്കിക്കൂടെ എന്നൊക്കെ മാലതി ചോദിക്കുമ്പോൾ ഞാൻ പോകാനിരിക്കുകയായിരുന്നു, ബാഗൊക്കെ പാക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലാണ് സാറ് കോയമ്പത്തൂരിലേക്ക് പോയത്. പിന്നെ വന്നപ്പോൾ ഇങ്ങനെയായി പോയി. ഇനി സാറ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നാൽ ഞാൻ എപ്പോൾ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ നീ എൻ്റെ കൂടെ പോരേന്ന് മാലതി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീന പറയും ഇനി എന്തായാലും ഈ ഫാമിലിയിൽ വേണ്ട, അത്രത്തോളം ഇവരെന്നെ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അലീനയ്ക്ക് അത്രയും അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്നാട്ടോ പറയുന്നത്. അങ്ങനെ ഒരു ഇവരുടെ ഫാമിലി തന്നെ വേണ്ടാന്നാണ് പറയുന്നത് അലീന. അപ്പോൾ നീ എവിടേക്ക് പോകുന്നൊക്കെ ചോദിക്കുമ്പോൾ മനുവേട്ടൻ ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എനിക്ക് എറണാകുളത്ത് ഒരു റിലേറ്റീവ് ഉണ്ടെന്ന് പറയുമ്പോൾ നിനക്കിങ്ങനെ ബന്ധുക്കൾ ആരും ഇല്ല, ഓർഫനാണെന്നല്ലേ പറഞ്ഞെന്ന് പറയുമ്പോൾ രക്തബന്ധത്തിനേക്കാളും വലുതാണ് മറ്റു ബന്ധങ്ങളെന്ന് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി എന്നൊക്കെ അലീന അവരോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ ബാലചന്ദ്രനാണെങ്കിലും അലീനയോട് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണല്ലോ പെരുമാറുന്നത്. അപ്പോൾ അതൊന്നും വൈജയന്തിക്ക് ഇഷ്ടമല്ലേ. അതുപോലെ തന്നെ അലീനയ്ക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് ഇങ്ങനെ ബാലചന്ദ്രൻ സാറാണ് എന്നെ ഇങ്ങനെ നോക്കിയിരുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷ്ണമോളും മനുവേട്ടനും ഒക്കെ തന്നെയാണ് എനിക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിന്നിരുന്നത്. അതൊന്നും മാഡത്തിന് ഇഷ്ടമില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു വൈജയന്തിയുടെ സമ്മതത്തോടു കൂടിയല്ലേ അവരൊക്കെ നിന്നതെന്ന്. അപ്പോൾ അലീന പറയും അല്ല എന്ന് പറയും കേട്ടോ. അപ്പം അതുപോലെ തന്നെ ബാലചന്ദ്രൻ സാറാണെങ്കിലും എന്നോട് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് പെരുമാറുന്നതൊന്നും മാഡത്തിന് ഇഷ്ടമില്ല, അതിനും വഴക്കുണ്ടാക്കും. മാഡാണെങ്കിൽ എന്നോട് ക്രൂരമായിട്ടൊക്കെയാണ് ഓരോന്ന് പറയാറുള്ളത്. അപ്പോൾ അതിനും ബാലചന്ദ്രൻ സാറ് മാഡത്തിനെ വഴക്ക് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഇത്രയൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ മാലതി നീ എൻ്റെ കൂടെ പോരേന്ന് പറയുന്നത്. അപ്പോൾ അലീന അത് വേണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ഫാമിലിയിൽ ഇനി വേണ്ട, എനിക്ക് അത്രത്തോളം അടുത്ത് കഴിഞ്ഞു എന്ന് അവരോട് തന്നെ പറയുന്നുണ്ട് കേട്ടോ അലീന. അത് കഴിഞ്ഞ് പിന്നീട് അവർക്ക് കിടക്കാനുള്ള റൂമൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ മുകളിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ അലീനയാണെങ്കിലും. എന്നിട്ട് പിന്നെ ഇതാണ് റൂം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയും. അതിൻ്റെ ഇടയിൽ ഗംഗാധരൻ ഞാൻ താഴെ പോയിട്ട് കാറിൽ പോയിട്ട് ബാഗൊക്കെ എടുത്തിട്ട് വരാം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട് ഫ്രഷ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വൈകിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന അവിടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാലതിയാണെങ്കിലും അലീനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നിന്നെങ്ങനെ ചെറുതാവുമ്പോൾ തന്നെ ഓർഫനേജിലാക്കിയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയും എന്നെ നല്ല പൊടിക്കുഞ്ഞായപ്പോൾ കിട്ടിയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിന്നെ വളർത്താൻ ഏൽപ്പിച്ചതാണോ അതോ എങ്ങനെ ഉപേക്ഷിച്ചതാണോ ആരെങ്കിലും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ അച്ഛനും അമ്മയും ആരും അറിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും അറിയില്ല എന്നാണ് അലീന പറയുന്നത്. അച്ഛനും അമ്മയും ആരാന്നൊന്നും അറിയില്ല എന്ന് അലീന അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മാലതി അതിൻ്റെ ഇടയിൽ കൂടെ ആ ബെഡ്ഷീറ്റ് വിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് നിന്നെ ആരാ അവിടെ വന്ന് കൊണ്ടുവന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം മാഡത്തിൻ്റെ അച്ഛനാണ് എന്നെ വന്ന് കണ്ടത് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അച്ഛൻ മരിച്ച സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അന്നൊന്നും നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ അലീനയോട് മാലതി പറയുന്ന സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും കേട്ടോ. അപ്പം മാലതിക്ക് എന്തൊക്കെയോ സംശയമാവുന്നുണ്ട് അലീന പറയുന്നതെന്ന്, ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ സംശയിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിന്നെ കണ്ടിട്ട് നല്ല ഡിസിപ്ലിനോടുകൂടി വളർന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് ബ്രിജിത്ത മമ്മിയാണ് ഞങ്ങൾ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത് എന്ന് പറയും കേട്ടോ. പിന്നീട് മാലതി അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ആ ഓർഫനേജിൻ്റെ പേരെന്ന്. അപ്പോൾ സ്നേഹനികേതൻ എന്നൊക്കെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഓർഫനേജിൻ്റെ ഓർഗനൈസറൊക്കെ ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ബ്രിജിത്ത മമ്മിയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നിന്നെ ആരാ അവിടെ കൊണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ കൊണ്ടാക്കിയവരെന്തായാലും നല്ല പണം കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രിജിത്ത മമ്മിക്ക് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ പറഞ്ഞ് പിന്നീട് ഗംഗാധരൻ അങ്ങോട്ട് ബാഗും കൊണ്ട് വരുന്ന സമയത്ത് അലീന അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അലീന പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് മാലതിയാണെങ്കിലും ഗംഗാധരനോട് ഓരോരോ സംശയങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അലീനേനെ ആദ്യം കഴക്കൂട്ടത്ത് ചെന്ന് കണ്ടത് അച്ഛനാണെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അച്ഛനെ എങ്ങനെയാണ് അവിടെ ഇങ്ങനെ ഹോം നേഴ്സ് ഉണ്ട് എന്നുള്ള ഇങ്ങനൊരു ഹോം നേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പത്രത്തിലെങ്ങാനും പരസ്യം കണ്ട് കാണുമെന്ന് ഗംഗാധരൻ പറയുമ്പോൾ ഈ കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഒന്നും ഹോം നേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണോ അച്ഛൻ കഴക്കൂട്ടത്ത് തന്നെ ചെന്ന് അവളെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നീ എന്തായാലും ഒന്ന് നടു നിവർക്കാൻ നോക്ക്, നമുക്ക് വൈകിട്ട് ഹോസ്പിറ്റലിൽ പോകണ്ടേന്ന് പറഞ്ഞ് പിന്നീട് അവർ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ മാലതി പറയുന്നുണ്ടായിരുന്നു അലീന നല്ല കുട്ടിയാണ്, നമുക്ക് അവളെ കൊണ്ടുപോകാം, ഗംഗേട്ടൻ അലീനയോട് ഒന്ന് സംസാരിക്കണം എന്ന് പറയും. അപ്പോൾ നീ തന്നെ സംസാരിച്ചാൽ മതി, പുറ കത്തുന്നിടത്ത് തന്നെ കഴക്കോലും ഒരു കൊണ്ടുപോകണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു
പറയുന്നുണ്ട് കേട്ടോ ഗംഗാധരൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാലതിക്കാണെങ്കിലും നല്ല സംശയമുണ്ട് അലീന വൈജയന്തിയുടെ മകളാണോ എന്നുള്ളത്. അപ്പോൾ അത് ഗംഗാധരനോട് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരനും ഇതേ ഒരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വൈജയന്തി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കും കൂടെ തോന്നണ്ടേന്ന്. അപ്പോൾ നീ ശരിയാണോ എന്നിങ്ങനെ ഗംഗാധരൻ വൈജയന്തിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീയാണ് ഇപ്പോൾ ഇവിടെ നടന്നതിനെല്ലാം കാരണം എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ആകെ സങ്കടപ്പെട്ട് കരയുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രൊമോയിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്